ശ്രീനാരായണ ഗുരുവിന്റെ 172ാമത് ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ഗുരുവിന്റെ ജന്മസ്ഥലമായ ചെമ്പഴന്തിയിലും മഹാസമാധി സ്ഥാനമായ വർക്കല ശിവഗിരിയിലും വിപുലമായ ആഘോഷങ്ങൾ നടക്കും. ശിവഗിരിയിൽ ചേരുന്ന ജയന്തി സമ്മേളനം രാവിലെ 9:30 സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷനാകും. മഹാത്മാ അയ്യങ്കാളിയുടെ 163ാം ജയന്തി ദിനവും ആണിന്ന്. പട്ടികജാതി വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വെള്ളയമ്പലത്തെ അയ്യങ്കാളി പ്രതിമയിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ സമ്മേളനവും നടക്കും. സുനിഷ അയ്യലൂരുണ്ട്. സുനിഷ, അപ്പോൾ ഗുരു പകർന്നു നൽകിയ സന്ദേശങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ളൊരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചടങ്ങുകൾ ആഘോഷങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. കാരണം ഈ ഗുരുവിൻ്റെ പേരുള്ള ഈ ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് ജാതിയും മതവും വർഗീയതയും പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ചുറ്റും നടക്കുന്നൊരു കാലം കൂടിയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ ഒരു ചടങ്ങുകൾ പരിപാടികളൊക്കെ ആലോചിക്കുന്നത് സുനിഷ? ശ്രീനാരായണ ഗുരുവിന്റെ 172ാം ജന്മദിനം അത് വിപുലമായി തന്നെ ആഘോഷിക്കുകയാണ് സംസ്ഥാനം എന്നുള്ളതാണ്. സ്വാഭാവികമായും ഗുരുവിന്റെ ജന്മദേശമായിട്ടുള്ള ചെമ്പഴന്തിയിലും ഒപ്പം തന്നെ വർക്കല ശിവഗിരിയിലും വലിയ രീതിയിൽ തന്നെ ആഘോഷ പരിപാടികൾ നടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെയോടുകൂടി 7 മണിയോടുകൂടി തന്നെ പതാക ഉയർത്തും ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് എന്നുള്ളതാണ്. മറ്റ് 9:30 ജയന്തി സമ്മേളനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കും. അവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഒപ്പം തന്നെ 11:30 എം ലിജുവും ഈ ചടങ്ങിന്റെ ഭാഗമാകുമെന്നുള്ളതാണ്. ധർമ്മചർച്ച നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി എം ലിജു ഉദ്ഘാടനം ചെയ്യും. ചെമ്പഴന്തിയിൽ നടക്കുന്ന ജയന്തി സമ്മേളനം അത് ബിന്ദു കൃഷ്ണ മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അങ്ങനെ വിവിധ തരത്തിൽ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള പരിപാടികളുണ്ട്. സമൂഹ പ്രാർത്ഥന ഉൾപ്പെടെയുള്ള പരിപാടികൾ ഇന്ന് കൊണ്ടാടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. വിവിധ മേഖലകളിൽ വിവിധ ഭാഗങ്ങളിലായി ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കും. ഒപ്പം തന്നെ വൈകിട്ടോടുകൂടി ഗുരുവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര കൂടി നടക്കുമെന്നുള്ളതാണ്. വൈകുന്നേരം 5 മണിയോടുകൂടി ഘോഷയാത്ര തുടങ്ങി വർക്കലയിൽ അത് വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് 10 മണിക്ക് സമാധിയിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് ഈ ഒരു ഘോഷയാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതേ രീതിയിൽ തന്നെ ചെമ്പഴന്തിയിലും ഘോഷയാത്ര ഉണ്ടാകും. മറ്റ് വിവിധ ഇടങ്ങളിലും ഘോഷയാത്ര ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. ഷിഹാസ് സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ കാലത്ത് ഏറെക്കൂടി പ്രസക്തമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനമൊക്കെ ആഘോഷിക്കുമ്പോൾ ഏത് രീതിയിലാണ് ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നുകൂടി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒപ്പം തന്നെ അയ്യങ്കാളിയുടെ 163ാം ജന്മദിനം കൂടിയാണ്. അതിന്റെ ഭാഗമായി തന്നെ ജന്മദേശമായ വെങ്ങാനൂരിൽ തിരുവനന്തപുരത്ത് തന്നെ വിപുലമായ പരിപാടികൾ അവിടെയും സംഘടിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സമ്മേളനം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ വ്യത്യസ്തമായ ആഘോഷ പരിപാടികളോടുകൂടി നടക്കുമെന്നുള്ളതാണ്. ഏതായാലും 2 മഹാത്മാന്മാരുടെയും ഈ പറയുന്നത് പോലുള്ള പിറന്നാൾ ജന്മദിനം അത് വലിയ രീതിയിൽ തന്നെ ആഘോഷമാക്കുന്നു സംസ്ഥാനം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷിഹാസ്, റോഷ്നി. ശരി, സുനിഷ അയ്യലൂരാണ് വിവരങ്ങൾ നൽകിയത്.